Respected dear family friends, my pranams to you. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. 3-4 ദിവസം മുമ്പ് മാതാ മൃതാനന്ദമയിയെ അവഹേളിച്ച് കൈരളി ചാനലിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയ ജോൺ ബ്രിട്ടാസ് ഒരു വലിയ ചൈനയെക്കുറിച്ചുള്ള ആകർഷകമായിട്ടുള്ള ലേഖനം മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. John Britas happened to be one of the employee in Kairali channel, leftist channel in Kerala, and John Britas is now advisor for Kerala Chief Minister, and he denigrated Mata Mridanandamayi to the downmost core, saying and explaining and conducting interview about a lady who worked with Amritanandamayi, and he did his level best to tarnish Mata Amritanandamayi. When still worst thing happened in Christian community and church, he kept quiet. ക്രിസ്ത്യാനികളിൽ അതിനേക്കാൾ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ളത് വന്നപ്പോഴും ജോൺ ബ്രിട്ടാസ് kept quiet. So he is supposed to be the leftist and CPM advisor and an intellectual, ഒരു ബുദ്ധിജീവിയെ പോലെയാണ്. But denigrating and degrading Mata Amritanandamayi did not work. What they aimed, what he and his group aimed did not work. അയാൾ ഉദ്ദേശിച്ചത് മാതിരി ഒന്നും നടന്നില്ല. But he has given an extraordinary lesson type of writing in Madhubhumi about China, his own angle. Using the yellow glass or red glass, he has put on his specs. കണ്ണടയിൽ വെച്ചിരിക്കുന്ന ചുമന്ന ഗ്ലാസിന്റെ ദൃഷ്ടിയിലൂടെയാണ് കണ്ടത്. I wanted to write something for that, but before my writing, I got somebody's write-up, beautiful, far better than what I would have written. ഞാൻ എഴുതാൻ ആഗ്രഹിച്ചതിനേക്കാൾ പറയാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു നല്ല ലേഖനം ഈ വാട്സപ്പിലൂടെ ഷിജു എനിക്ക് അയച്ചു തന്നു. സോ ഐ ആം ജസ്റ്റ് റീഡിംഗ് ദാറ്റ്. ഇറ്റ്സ് എ ബിഗ് വൺ, ജസ്റ്റ് ടു ഷോ ദ പേഷ്യൻസ്. ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ്, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ താങ്കൾ എഴുതിയ കുറിമാനം വായിച്ചു. ഐ ഹാപ്പൻ ടു റീഡ് യുവർ റൈറ്റിംഗ് ഇൻ മാതൃഭൂമി ഓൺ 7th June. ആദ്യം കണ്ണിലുടക്കിയത് താങ്കളുടെ ഫോട്ടോയാണ്. ഫസ്റ്റ് ഐ വാച്ച്ഡ് യുവർ ഫോട്ടോ. താങ്കളുടെ ലേഖനം നരേന്ദ്രമോദി വിമർശനമോ അല്ലെങ്കിൽ പിണറായി സ്തുതികളോ ആണെന്ന് കരുതിയപ്പോഴാണ് ലേഖനത്തിന്റെ ഹെഡിങ് ശ്രദ്ധിച്ചത്. ഫസ്റ്റ് ഐ തോട്ട് ദാറ്റ് വൺ യു ആർ ഡെനിഗ്രേറ്റിംഗ് ശ്രീ നരേന്ദ്രമോദി ഓർ സപ്പോർട്ടിംഗ് ശ്രീ പിണറായി വിജയൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ബട്ട് ദ ടൈറ്റിൽ വാസ് ഡിഫറെന്റ്. ചൈന മുന്നേറുന്നത് എന്തുകൊണ്ട്, മധുര മനോജ്ഞ ചൈനയുടെ കുതിപ്പിനെ കുറിച്ച് താങ്കൾ അന്തർഗള നിർഗളം പൊലിപ്പിച്ച് എഴുതിയിട്ടുണ്ട്. Why China is progressing like this, and you have given an extraordinary thrust for projecting China as you used to do. ചൈനീസ് എംബസിക്ക് ഈ ലേഖനം തർജ്ജമ ചെയ്ത് അയച്ചു കൊടുത്താൽ അവർ നല്ല ഉപഹാരവും തന്നേക്കും. ഇഫ് യു ആർ സെൻഡിങ് ദിസ് ട്രാൻസ്ലേറ്റഡ് വെർഷൻ ഓഫ് യുവർ ലെറ്റർ ടു ചൈനീസ് എംബസി, ദേ മേ ബി ഗിവിംഗ് യു സം ഗുഡ് അവാർഡ് ഓർ ഈവൻ അഗെയിൻ ഇൻവൈറ്റഡ് ടു ചൈന. എന്നിട്ട് ഈ ലേഖനം ചൈനീസ് എംബസിയിൽ ചില്ലിട്ട് വെക്കും. ദേ വിൽ ഓൾസോ പുട്ട് ദാറ്റ് യുവർ റൈറ്റ് അപ്പ് in the framed poster in their embassy. അത്ര മനോഹരമായി ചൈനയെ വാഴ്ത്തിയിട്ടുണ്ട്. You have done the best possible way to appreciate and motivate and promote China. ഇതിൽ താങ്കൾ എടുത്തു പറയുന്ന കാര്യം, you are specifically telling that ഇന്ത്യയും ചൈനയും 4 പതിറ്റാണ്ട് മുമ്പ് വരെ സമാനങ്ങളായ സൂചകങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് ചൈന ഇന്ത്യയേക്കാൾ 4-5 മടങ്ങ് മുന്നിലാണ്. You are telling that one 4 decades or 5 decades ago, India and China were together and at the same par in economical and other situation, but now China has grown 4-5 times above India. ചൈനീസ് വീരകഥകൾ പറഞ്ഞ താങ്കൾ എന്തുകൊണ്ട് ചൈനയേക്കാൾ പിന്നിൽ പോയി എന്ന് പറയാൻ ശ്രമിച്ചതുമില്ല. You told great about China but never said why India has gone back. അത് പറയേണ്ട കടമ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ പറയാം. The duty and responsibility I have got as an Indian to tell the truth about what happened in India and what is happening in China, because I am an Indian citizen and also I am born and brought up in India. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ
ഇന്ത്യ ചൈനയേക്കാൾ ഒരുപടി മുമ്പിലായിരുന്നു എന്നത് സത്യമാണ്. When India was getting the freedom, India was definitely one step ahead of China. ഇന്ത്യയിൽ ജനാധിപത്യം, ചൈനയിൽ കമ്മ്യൂണിസം. In India it was democracy, it is democracy, it was democracy, and in China it is pure communism. And വിപ്ലവം നടത്തി ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വിപ്ലവം ചീറ്റിപ്പോയി. When the Chinese Communist Party could win their power in China, what happened in India is nothing but it has got busted out. Nothing happened in India when the Chinese party wanted to take the power in India. ഇതെല്ലാമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ അംഗീകരിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ approved and accepted China as the first country in the world. കൊറിയൻ യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ പക്ഷം പിടിച്ച ചൈനക്കാരെ പാശ്ചാത്യ രാജ്യങ്ങൾ ചിരിഞ്ഞപ്പോൾ UN-ൽ ചൈനയ്ക്കെതിരെ പ്രമേയം പാസ്സാകുന്നത് തടയാൻ മുൻകൈയെടുത്തത് ഇന്ത്യയായിരുന്നു. When China invaded to Korea, all the Western countries stood against China, and the UNO wanted to pass some papers and information against China, but India opposed that. India stood with China, supporting China. Socialist കാഴ്ചപ്പാടുള്ള നെഹ്റു ചൈനയെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്തു. Nehru, who created all the problems for India for the last 70 years, he blindly supported China, thinking that his socialism and their socialism will go hand in hand. ഇതൊക്കെയാണെങ്കിലും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോക്ക് ഇന്ത്യയോടും പ്രത്യേകിച്ച് നെഹ്റുവിനോടും അസൂയയായിരുന്നു. മാവോ സേതുങ് kept always a jealousy, biased viewpoint against India and Nehru. നെഹ്റുവിന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. നെഹ്റു had or he created a place among the world leaders during the or just after the freedom movement of India. മാവോയ്ക്കാകട്ടെ ലോകരാജ്യങ്ങൾക്കിടയിൽ സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്ഥാനവും. The great position, the wonderful position what Sitaram Yechuri has got in India now, the same position and status Mao Zedong had in China during then. ഏഷ്യയിൽ പോലും മാവോയേക്കാൾ പ്രശസ്തനും അംഗീകാരമുള്ള നേതാവായിരുന്നു നെഹ്റു. ഈവൺ in Asia, Nehru had a higher status than Mao Zedong. പക്ഷേ നെഹ്റു ചൈനയെ അന്ധമായി വിശ്വസിച്ചപ്പോൾ ചൈന ചെയ്തത് എങ്ങനെ ഇന്ത്യക്ക് പാര പണിയണം എന്നതായിരുന്നു. When India was blindly and unbiased way supporting China, China was always thinking how to create problem in India. പാകിസ്ഥാനെ ഒരുമിച്ച് കൂട്ടി ചൈന ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കി. China and Pakistan came together for creating problem in India. ഇന്ത്യക്ക് ആദ്യമൊന്നും ഇതൊന്നും മനസ്സിലായില്ല. India could not understand any of these things in the initial way. പിന്നെ നടന്ന യുദ്ധവും മറ്റുമെല്ലാം ചരിത്രം. After that what happened, the war and other thing, it has become part of the history. അതവിടെ നിൽക്കട്ടെ, let it be there. ഇനി ചൈനയുടെ വളർച്ചയെക്കുറിച്ചുള്ള താങ്കളുടെ വർണ്ണന പറയുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യവും ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവുമാണ് എന്നാണ്. When you are exaggerating whatever is happening in China, you should first remember that India is a democratic country and China is a communist country. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഈ ലേഖനം ഇന്ത്യയിൽ ഇരുന്ന് എഴുതാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയും. ചൈനയിൽ ഒരു ലേഖനം എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ അനുവാദം വേണം. What is the difference between India and China? Simple. I can write a letter, a commentary like this in India and get it published anywhere. But in China, if I am writing such a letter, I should get the permission of the Communist Party secretary from China. Then only I can do addition, deletion, modification and correction. Then only I can publish it. This is the difference between India and China now and during then. ഒരു ലേഖനം എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ അനുവാദം വേണം. If I write a letter or even an article, I should get the permission for the Chinese party. ചൈനയിൽ ജനങ്ങളെ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് ജോലി ചെയ്യണം, എന്ത് കൃഷി ചെയ്യണം, എത്ര കുട്ടികൾ വരെ ഒരു കുടുംബത്തിനാകാം, എന്തിന് തലമുടി എങ്ങനെ വെട്ടണം എന്ന് പോലും തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ഇൻ ചൈന, what you should eat, what you should cultivate, what you should work, what you should wear, what you should create and how many children you can have, these are all permitted only through, the permission is given only through the Communist Marxist Party or Communist Party. But in India it is not like that. Even hair cutting will be decided by the Chinese rulers. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തലവന് ഒരു നയം അല്ലെങ്കിൽ ഒരു നിയമം രാജ്യത്ത് നടപ്പാക്കണമെങ്കിൽ വേറെ ഒരുത്തന്റെ സമ്മതവും ആവശ്യമില്ല. If the communist rulers think that some rules should be implemented in the country, they need not accept anybody's permission. Directly they can implement in their country. നിമിഷ നേരം കൊണ്ട് രാജ്യത്ത് ആ തീരുമാനം നടപ്പാക്കും. Within minutes they can implement any rule, any law in the country without anybody's permission.
അതിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ല. Nobody can protest against the ruler's will and wish and the rules and regulations. ഭരണകൂടത്തെ വിമർശിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. You cannot criticize the rulers. You cannot even imagine criticizing them at any point. Social media ഉപയോഗം പോലും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ ആണ്. Even the social media is under the control of the rulers in China. മതപരമായ ആചാരങ്ങൾ പാടില്ല. Religious customs and rituals are completely prevented. സിൻജിയാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ളവർക്ക് താടി വളർത്തുന്നത്, താടി വെക്കുന്നത് തൊട്ട് നോമ്പെടുക്കുന്നത് വരെ നിയന്ത്രണങ്ങളുണ്ട്. ഇൻ മെനി മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ, even growing the beard or cutting the hair or taking the fasting during the Ramzan month are all under the strict control of the rulers in China. അങ്ങനെ പോകുന്നു ചൈനയിലെ ഭരണകൂട നിയന്ത്രണങ്ങൾ. ലൈക്ക് ദാറ്റ് ഇറ്റ് ഗോസ് ദി കൺട്രോൾ ആൻഡ് ദ റെഗുലേഷൻസ് ഇൻ ചൈന. ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പട്ടാള ടാങ്കുകൾ കയറ്റിയും വെടിവെച്ചും കൊന്ന ചൈനയിലെ മനുഷ്യാവകാശത്തിന്റെ കാര്യം പറയണോ? വാട്ട് ഹാപ്പൻഡ് ഇൻ ടിയാനൻമെൻ സ്ക്വയർ? Butchering the youth who wanted to have democracy in China. The storytelling that will be very serious. If you are just giving Tiananmen Square or something like that in the Google search, it will be taking you to Taj Mahal or somewhere else. You will not get anything from China. Any cruelty of China rulers will never come out. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രാജ്യമാണ് ചൈന. ചൈന ഈസ് ദ കൺട്രി വെയർ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ വേർ ആൻഡ് ആർ ഹാങ്ഡ്. എല്ലാ മാധ്യമങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ. ഓൾ ദ മീഡിയ ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ്. സർക്കാർ കൊടുക്കുന്ന വാർത്തകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഓൺലി ദി ഗവൺമെന്റ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദ ന്യൂസ് വിൽ ബി കമ്മിങ് ഔട്ട്. ചൈനയുടെ സർക്കാർ പറയുന്നത് മാത്രമാണ് ലോകം അറിയുക. വാട്ട് എവർ ദ ചൈനീസ് ഗവൺമെന്റ് and rulers tell, only that much will be coming out to the world. സർക്കാർ പറയുകയാണ് ചൈന സാമ്പത്തികമായി മുന്നേറി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. If China is telling that one, China has marched forward in economically and socially, the world should understand and the world should take that into granted. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആർക്കും അന്വേഷിക്കാനാവില്ല. Nobody can go and investigate whether what the Chinese people are telling is correct or wrong. അങ്ങനെയുള്ള രാജ്യത്ത് നടക്കുന്നത് വികസനമല്ല. ദാറ്റ് ഈസ് നോട്ട് ദി എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് നോട്ട് ദ ഗ്രോത്ത്, ദാറ്റ് ഈസ് നോട്ട് ദി ഡെവലപ്മെന്റ്. അടിച്ചമർത്തലിലൂടെ സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ മാത്രമാണ് എല്ലാത്തിനും ആധാരം. സപ്രസിംഗ്, ഒപ്രസിംഗ് ആൻഡ് ഡിപ്രസിംഗ് വാട്ട് എവർ ദി ഗവൺമെന്റ് ഈസ് ഗിവിംഗ്, ദാറ്റ് ഈസ് ദ ന്യൂസ് ഫോർ അതേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് ദി ഡെവലപ്മെന്റ്, ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ബേസ് ഫോർ ദ ഡെവലപ്മെന്റ്. ചൈന എന്തുകൊണ്ടാണ് സ്പോർട്സിന് പ്രാമുഖ്യം നൽകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you ever thought about why the Chinese people are supporting for the sports, maximum support for the sports? ഉത്തര കൊറിയയും അതേപോലെ തന്നെയാണ്. The communist country North Korea is also like that. സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. They are giving maximum importance for sports. കാരണം ലളിതം. The reason is very simple. ജനങ്ങൾക്കുള്ള അസംതൃപ്തി കലാപമായി മാറാതിരിക്കാൻ എല്ലാ ഭരണകൂടങ്ങളും ജനങ്ങളെ, പ്രത്യേകിച്ചും യുവജനതയെ ഇത്തരം രംഗത്തേക്ക് വഴിതിരിച്ചുവിടും. It is very common that the people's aversion and arrogance and anger should not go against the rulers, for which they just deviate the youth force towards the sports and other things. ചൈനയുടെ യഥാർത്ഥ വികസനം എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ ജനാധിപത്യം വരണം. The real expansion, development and progress of China can be understood by the world if and only if democracy comes there. അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾ ഉണ്ടാവണം. Otherwise there should be freedom for reporting and freedom for opinion and freedom for the press. ചൈന പറയുന്നത് മാത്രം വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. Thinking and believing what the Chinese people say, Chinese rulers say, that is nothing but idiotism. നെഹ്റു ഒരിക്കൽ ചൈനയിൽ പോയി. നെഹ്റു went to China one day. നെഹ്റുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളം മുതൽ ജനലക്ഷങ്ങൾ റോഡിന് ഇരുവശവും അണിനിരന്നിരുന്നു. വെൽക്കമിംഗ് നെഹ്റു, thousands of people stood on either side of the road. ഇത് കണ്ട് നെഹ്റുവിന് വരെ അത്ഭുതമായി. നെഹ്റു felt it so prestigious and it was a wonderful, surprising experience for him. തനിക്ക് ചൈനയിൽ ഇത്രയ്ക്ക് ആരാധകരോ എന്ന് നെഹ്റു ചിന്തിച്ചു. നെഹ്റു thought that when so many followers are there in China for me. അന്നത്തെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി പിന്നീട് നെഹ്റുവിനോട് ആ സത്യാവസ്ഥ പറഞ്ഞു. Indian ambassador in China told the truth to Nehru, why so many people care.
ചൈന സ്ഥിരം ചെയ്യുന്ന ഏർപ്പാടാണ്. Chinese people, Chinese rulers always do this. ലോക നേതാക്കൾ വരുമ്പോൾ whenever the people, famous people from world over come to China, ജനങ്ങളോട് വഴിയരികിൽ പൂക്കളുമായി സ്വീകരിക്കാൻ നിൽക്കണമെന്ന് കൽപ്പിക്കും. They order that everybody on that area should stand on either side of the road with the flowers. It is an order coming from the government. ഇത് കാണുന്ന ലോക നേതാക്കൾ കരുതും ചൈനയിൽ അവർക്ക് വളരെ പിന്തുണയുണ്ടെന്ന്. Seeing these people standing with the flowers, the foreign visitors used to think that when they have got so many supporters in China, ഇത് കാണുന്ന ലോക ജനതകൾ പിന്തുണയുണ്ടെന്ന്, ചൈനയിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും, they will also think that when the Chinese people are very happy in China. ഇനി ചൈനയുടെ വികസനത്തെക്കുറിച്ച് പറയാം. കൃഷിഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി. The total farmers land and agriculture land was taken by the Chinese government and a small scale industry started. ചൈനയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയൊക്കെ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. The കൂലി that is given, the wages given to the Chinese people, that you can imagine. ഇത്ര മണിക്കൂർ പണി ചെയ്യണം, you are forced to work these many hours. എന്ത് ഉൽപ്പാദിപ്പിക്കണം, what you have to produce, എല്ലാം സർക്കാരാണ് തീരുമാനിക്കുന്നത്. എവറിത്തിങ് വിൽ ബി ഡിസൈഡഡ് ബൈ ദി ഗവൺമെന്റ്. കുറഞ്ഞ വേതന നിരക്കായപ്പോൾ വിദേശ നിക്ഷേപം ചൈനയിലേക്ക് ഒഴുകി. വെന്ത പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ steeply decreased. The westerners and other people started investing in China. ഒരു തൊഴിൽ പ്രശ്നങ്ങളുമില്ല. There is no labor problem, no other problem. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് സ്വാഭാവികം. There the development progress is very natural. ഇനി ഇന്ത്യയിലെ കാര്യം നോക്കാം. ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 വർഷമെങ്കിലും പിടിക്കും. It will take minimum 3 years for getting passed a rule in the parliament. ഭരിക്കുന്ന സർക്കാരിന് മിക്കവാറും ഏതെങ്കിലും സഭയിൽ ഭൂരിപക്ഷം കാണില്ല. Generally either upper house or the lower house, the majority may not be there. That will be creating the problem. കൂട്ടുകക്ഷി ഭരണത്തിൽ കൂടെയുള്ള ഈർക്കിലി നേതാക്കളെ ഒക്കെ തൃപ്തിപ്പെടുത്തുകയും വേണം. മുമ്പോട്ട് പോകാൻ you have to take the support of the small parties for getting the rules and laws passed, for which you have to do so many excuses and other things. ഇനി പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയാലും അതിനെ കോടതിയിലും ചോദ്യം ചെയ്യാം. Even that rule passed in the parliament can be questioned in the court also. ചുരുക്കം പറഞ്ഞാൽ സർക്കാരിന് ഒരു നയം നടപ്പാക്കാൻ വർഷങ്ങൾ വേണ്ടി വരും. It may take years together for implement and practice a rule. ഉദാഹരണത്തിന് 2009 കൊണ്ടുവന്ന ആധാർ ഇന്ത്യയിൽ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ആധാർ കാർഡ് ബിസിനസ് that initiation took place in 2009. Even today it is under the court rule. ചൈനയിലായിരുന്നുവെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് രാജ്യം മുഴുവനും നടപ്പാക്കിയേനെ. If it would have been in China, within 1 hour they could have implemented it. GST എന്ന നികുതി പരിഷ്കരണ നിയമം, the GST started implementing in India in 1986. Started thinking of implementing in India from 1986. ഇന്ത്യൻ പാർലമെന്റിൽ അത് ചർച്ചയ്ക്ക് വരുന്നത്. പാസ്സാക്കാനായത് 2017. ഇറ്റ് കുഡ് ബി പാസ്ഡ് ഓൺലി ഇൻ 2017. ചൈനയിലായിരുന്നെങ്കിലോ മണിക്കൂറുകൾ കൊണ്ട് സാധിച്ചേനെ. ഇഫ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇൻ ചൈന, വിത്തിൻ അവേഴ്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ പോസിബിൾ. അതാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വ്യത്യാസം. ദീസ് ആർ ആൾ ദി 2 differences in China and India. ഇന്ത്യ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായവും ഒക്കെ പരിഗണിച്ചാണ് ഒരു കാര്യം ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ആൻഡ് ഇന്ത്യ generally used to take the opinion of all the people. ഒരു ആണവ റിയാക്ടർ ഇന്ത്യയിൽ നിർമ്മിക്കണമെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. ഈവൻ എസ്റ്റാബ്ലിഷിംഗ് ഓർ ഡെവലപ്പിംഗ് an atomic reactor, majority of the people may be opposing that. മനുഷ്യാവകാശക്കാരുടെയും പ്രകൃതി സ്നേഹികളുടെയും മറ്റും രാജ്യദ്രോഹികളുടെയും ഒക്കെ കോപ്രായങ്ങൾ കാണേണ്ടി വരും. Those who are anti-national and those who are cheating the country and involved in anti-national activities, their involvement will also should be compensated when you are starting any developmental activity in India. കോടതി ഇടപെടൽ അങ്ങനെ പലതും. even the court will involve in that. ചൈനയിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ല. in China there is no problem at all. ചൈനയിലെ ഒരു നഗരം ഭരണാധികാരികൾക്ക് തോന്നി ആ നഗരം അത്ര വെടിപ്പല്ല എന്ന്. one of the states, one of the city in China, the rulers thought that when that city is not clean and neat, ഉടനെ ജനങ്ങളോട് പറഞ്ഞു അവിടെ വിട്ടുപോകാൻ. they ordered that the people should leave the city. എന്നിട്ട് ആ നഗരം അവർ പുതുക്കി പണിതു. they created a new city in that place. within days, within
months. നമ്മുടെ നാട്ടിൽ ഒരു റോഡ് വികസനം വേണമെങ്കിൽ എത്ര പതിറ്റാണ്ടുകൾ വേണ്ടി വരും എന്ന് ആലോചിച്ചു നോക്കൂ ബ്രിട്ടാസെ. If we have to widen a road or create a road, how many years we have to do and how many opposition we have to face? Just Mr. Britas, you think about the Chinese way and Indian way. ചൈനയിൽ സർക്കാരിന് തോന്നിയാൽ അവിടെ എന്തും ഉടനടി ചെയ്യാം. ആരും സമരം നടത്താനോ കൊടി പിടിക്കാനോ കാണില്ല. If Chinese government wants to implement anything, they can do it. Mr. Britas, you should know that when in India anything is to be implemented, first your party will be creating the problem, and when you come to the power, you will be implementing the same thing. നിങ്ങളുടെ പാർട്ടിക്കാരായിരിക്കും ഇവിടുത്തെ വികസനത്തിന് എല്ലാത്തിനും പാരവെക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർ വരുമ്പോഴത്തേക്കും അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നേതാവിനെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ കൊടി പിടിച്ചിറങ്ങും. If somebody is pointing out the corruption of even a leader, their followers will be coming. ഒരു നേതാവിന്റെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ പോലും അതിനെതിരെ സമരം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തും. All the development activities will be blocked. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് തടയിടാൻ ഇന്ത്യയിൽ ധാരാളം മാർഗങ്ങളുണ്ട് മിസ്റ്റർ ബ്രിട്ടാസ്. ബ്രിട്ടാസ് അറിയണം, ഭാരതത്തിന്റെ പുരോഗതിക്ക് തടയിടാൻ നിങ്ങളെപ്പോലെയുള്ളവർ, നിങ്ങളുടെ പാർട്ടിയെ പോലെയുള്ളവരും ഉൾപ്പെടെയുള്ളവർ ധാരാളം മാർഗങ്ങൾ ഭാരതത്തിന്റെ വികസനത്തിനെതിരെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവിടുത്തെ വികസന വിരോധികൾ മുതലെടുക്കുകയും ചെയ്യും. Those who are against the expansion and development, they will exploit these type of things. ഒരു കമ്പനി വന്നാൽ നേതാവിനെ കാണേണ്ടത് പോലെ കണ്ടില്ലെങ്കിൽ കൊടി പിടിച്ച് അതിനെ പൂട്ടിക്കും. If a company or a factory is established in Kerala, first they have to meet the political leaders, including the political leaders of your party. തന്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിൽ അവർ ഈ കമ്പനി പൂട്ടിക്കും. എന്നിട്ട് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ സമരം ചെയ്യും. Then telling that unemployment exists in India, Kerala, then you will fight against that. ചൈനയിൽ ഇമാതിരി തോട്ടിപ്പണി നടക്കില്ല. In China that will not work. You will not be there at all. ചൈനയുടെ വികസനം എന്നത് ഒരു വൺ വേ ട്രാഫിക് പോലെയാണ്. The Chinese expansion is just like one way traffic. അവർക്ക് തിരിഞ്ഞു നോട്ടമില്ല. They need not look back. ആ പോക്കിൽ അവരുടെ ജനതയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും അവർക്കൊരു പ്രശ്നമില്ല. In that moment what will happen in China, nobody bothers. Chinese people, what will happen, nobody bothers. അവിടുത്തെ പരിസ്ഥിതിക്കാർക്ക് എന്ത് സംഭവിക്കും എന്നത് പ്രശ്നമല്ല. What will happen to their environment, people need not bother about it. The rulers will think about it. ലോകത്തെ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന രാജ്യമാണ് ചൈന. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഈസ് അറ്റ് ദ ക്ലൈമാക്സ് ഇൻ ചൈന. പരിസ്ഥിതിയെയും ജനങ്ങളെയും മറന്നുള്ള വികസനമാണ് ചൈനയിൽ. They never bother about environment, never bother about their own people. They are developing, they are marching forward, ignoring everything in the nature. ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനമാണ്. The expansion, the development, the progress of India is including everybody. ഇന്ത്യയെ ജനതയെ അടിച്ചമർത്തി വികസനം കൊണ്ട് വരികയില്ല. ഇന്ത്യയുടെ രീതി സപ്രസിംഗ് ദ പീപ്പിൾ ആൻഡ് ഡെവലപ്പിംഗ് ദ കൺട്രി, ദാറ്റ് ഈസ് നോട്ട് ഇന്ത്യ സെയിം. അതാണ് ഇന്ത്യയുടെ സംസ്കാരം. ദാറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. അടിമകളായി ജീവിക്കാൻ ഇന്ത്യൻ ജനത ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യൻസ് നെവർ വോണ്ട് ടു ലീവ് ആസ് ദ സ്ലേവ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. John Britas would have understood why even the Bengal government was thrown out and why the number of MPs for the CPM got to the almost a level of 0 or 2.6 votes for the president election in India. And that John Britas might have understood. പിന്നെ ബ്രിട്ടാസ് ഇന്ത്യയുടെ ഈ അവസ്ഥയ്ക്ക് ഉടനടി മാറ്റം വരുന്നുണ്ട്. മേ ബി ദാറ്റ് there may be a sudden change. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് സ്വതന്ത്രമായി ഭരിക്കാനാകാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. ജനറലി there may be a change in free ruling in country. ബ്രിട്ടാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ രാജ്യത്ത് നിയമം പാസ്സാകുന്നത്, നിയമങ്ങൾ നടപ്പാക്കുന്നതും തടയുന്നത് നമ്മുടെ പാർലമെന്റിലെ രാജ്യസഭാംഗങ്ങളാണ്. Our MPs are protesting and standing against passing any bill in the parliament, either lower or upper house. കാലങ്ങളായി നമ്മുടെ രാജ്യസഭയിൽ എപ്പോഴും ഭരിക്കുന്ന കക്ഷികൾക്കായിരിക്കില്ല. The majority in Rajya Sabha generally used to be for the opposition party. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാത്ത രാജ്യസഭയിലെ അംഗങ്ങൾ കാട്ടുന്ന തടസ്സങ്ങൾ മൂലം രാജ്യത്തിന്റെ പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്നു. Due to the problem in രാജ്യസഭ, this is happening. ഉദാഹരണത്തിന് BJPക്ക് all other what you can see. അതുകൊണ്ട് തന്നെ സർക്കാരിന് നയങ്ങൾ പാസ്സാകണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടിയേ തീരൂ. Always the ruling government needs the support of the opposition.
തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തികച്ചും 100 വോട്ട് കിട്ടാത്ത അണ്ടനും അടകോടനും ഒക്കെ ഇന്ത്യൻ രാജ്യസഭയിലുണ്ട്. The people whom if standing independently will not even get more than 100 votes. That type of wretched, nonsense, downtrodden people are there in Rajya Sabha and they create the problem. ഈ ഊളകളാണ് ഇന്ത്യയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നത്. This type of people are creating the problem in the development of India. And ജനം പിന്തുണയില്ലാത്ത ഒരു കോമാളിയും രാജ്യസഭയിൽ in the future will not enter. ജനപിന്തുണയില്ലാത്ത ഒരു പാർട്ടിയും രാജ്യസഭയിലേക്ക് എത്തിയില്ല എങ്കിൽ ഏതൊരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ സാധിക്കും? ഇന്ത്യക്ക് ഒരു സംസ്കാരമുണ്ട്. There is a culture for India. ബ്രിട്ടാസേ മിസ്റ്റർ ബ്രിട്ടാസ്, ജനത്തെ അടിച്ചമർത്തി വികസനം കൊണ്ടുവരാൻ ഇന്ത്യക്കാകില്ല. ഇന്ത്യ will never opt for the development and progress pathway by suppressing the people. ബ്രിട്ടാസിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. I think that when Britas could understand this one. A fantastic reply for John Britas. But the thing is that he is an intellectual, never bothered about others' opinion. അവരൊക്കെ ബുദ്ധിജീവികളാണ്. അവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നുമല്ല. Arrogant, egoistic, and thinking that what I say is the world opinion. അഹങ്കാരത്തിന്റെയും അമിത ആവേശത്തിന്റെയും വാക്കുകളിൽ ഞാൻ എന്ത് പറയുന്നു അതാണ് ലോകത്തിന്റെ വീക്ഷണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചിലരുണ്ട്. അതിലൊരുത്തനാണ് ബ്രിട്ടാസ്. ഏതാണ്ട് കിട്ടാനുള്ളത് ധാരാളം അമൃതാനന്ദമയിക്കെതിരെ പറഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. He got enough from the people who told everything and anything against him because of his mental attitude, supporting the Christianity in the name of Marxist party and denigrating Hindu dharma and Indian culture every breath, every minute. Now what is happening in China? As he happened to visit China, he explained, when I visited China, what I could see. ഞാൻ ചൈനയിൽ പോയപ്പോൾ എന്തെല്ലാമാണ് കണ്ടത്? അദ്ദേഹത്തിന്റെ കണ്ണടയിലൂടെയാണ് അദ്ദേഹം ചൈനയെ കണ്ടത്. He happened to watch China through his specs, red specs. I watched China in the cultural viewpoint. That I will be explaining to you tomorrow. അത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.